കേരളത്തിലെ 13ാമത് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഇതാ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോക് ഭവനിലെ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. അവിടെ നിന്ന് ഗോപികൃഷ്ണൻ ചേരുന്നുണ്ട്. ജി കെ, അവിടുത്തെ ചായ സൽക്കാരം പൂർത്തിയായോ? അമൃത, ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ഔദ്യോഗിക വസതിയായ ലോക് ഭവനിൽ ഇപ്പോൾ കേരളത്തിൽ അധികാരമേറ്റെടുത്തിരിക്കുന്ന പുതിയ സർക്കാരിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും അദ്ദേഹത്തിന്റെ 20 അംഗ മന്ത്രിമാർക്കും ഉള്ള ചായ സൽക്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് പൂർത്തിയാകാൻ പോകുന്നു. അല്പനിമിഷങ്ങൾക്കകം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് തിരിക്കും. നിമിഷങ്ങൾക്കകം തന്നെ അവർക്ക് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അധികം വൈകാതെ തന്നെ ഇപ്പോൾ ലോക് ഭവനിലെ ഈ ഗേറ്റുകൾ തുറക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ വഴി പുറത്തേക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ്. ചായ സൽക്കാരം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഗവർണർ മുഖ്യമന്ത്രിയോടും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരോടും കുശലാന്വേഷണം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി പ്രധാനപ്പെട്ട ആകാംക്ഷ നമ്മൾ കാത്തിരിക്കുന്നത് ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ വരാൻ പോകുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടിയാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കും എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിരുന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇന്നത്തെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനങ്ങളായി അല്ലെങ്കിൽ ഉത്തരവുകളായി ഇറങ്ങാൻ പോകുന്നത് എന്നതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ ആകാംക്ഷ. ഇതിനോടകം തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ ഭരണത്തലവന്റെയും ഒക്കെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും തന്റെ ശൈലി എന്ന് പറഞ്ഞിരുന്ന വി ഡി സതീശൻ ആദ്യമായി അദ്ദേഹം ചെയ്തത് യാത്ര ചെയ്യുമ്പോൾ ഗതാഗത കുരുക്കുണ്ടാകരുത്, ഒരു തരത്തിലും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടായിരിക്കരുത് തന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഉള്ള തന്റെ യാത്ര. അതുകൊണ്ട് അത്ര വലിയ സുരക്ഷാ വാഹന വ്യൂഹത്തിന്റെ ഒന്നും ആവശ്യം തനിക്കില്ല എന്ന നിർദ്ദേശമാണ് അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. അത് തന്നെ പ്രകടമായ ഭരണത്തലവന്റെ ഒരു ശൈലി മാറ്റത്തിന്റെ സൂചനയായി ആ സമയത്ത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. അതിനോട് തൊട്ടു പിന്നാലെ ഇനി വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ, പ്രകടന പത്രികയിൽ നൽകിയിരിക്കുന്ന ഉറപ്പുകളുടെ കാര്യത്തിൽ, 5 ഇന്ദിരാ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ എന്തായിരുന്നു തീരുമാനങ്ങളായി ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യയാത്ര. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. അതിന് പുറമെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുക. വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ധനസഹായം. അതോടൊപ്പം തന്നെ പുതിയ സംരംഭകർക്ക് അവർക്ക് ബിസിനസ് നടത്താൻ വേണ്ടി 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ഉറപ്പുകൾ ഇന്ദിരാ ഗ്യാരണ്ടിയായി നൽകിയിരുന്നു. ഈ കാര്യത്തിൽ എന്തിലൊക്കെയാണ് തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ കൈവശമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ധനവകുപ്പ്. നമുക്കറിയാം, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഈ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത അതിനിടവരുത്തുന്ന വലിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം പാപ്പരായ ഒരു സംസ്ഥാനത്തിന്റെ ഭരണമാണ് ഇപ്പോൾ വി ഡി സതീശൻ ഏറ്റെടുക്കുന്നത് എന്ന് മുൻകൂർ ജാമ്യം എന്ന പോലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. ധനകാര്യ വിഷയങ്ങളിൽ വളരെ വൈദഗ്ധ്യമുള്ള, ആ കാര്യത്തിൽ കൃത്യമായ ഒരു വിഷനുള്ള ആളാണ് വി ഡി സതീശൻ. അദ്ദേഹം തന്നെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ, ഈ നടപ്പാക്കാൻ പോകുന്ന ഈ ഉറപ്പുകളുടെ കാര്യത്തിൽ എവിടെ നിന്നാണ് പണം കണ്ടെത്തുക, എന്തൊക്കെയാണ് പുതുതായി വരാൻ പോകുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ, ഈ കാര്യങ്ങളിലൊക്കെ എന്ത് നടപടിയായിരിക്കും എടുക്കാൻ പോകുന്നത് എന്നതിലൊക്കെ കേരളം വളരെ ആകാംക്ഷാപൂർവ്വം ആ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് ഒരു ധവളപത്രം UDF സർക്കാർ പുറത്തിറങ്ങുമോ എന്ന് തുടങ്ങി ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര വലിയ ബാധ്യതയായി മാറും എന്നൊക്കെയുള്ള ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊക്കെ എന്ത് പോംവഴിയാണ്, എന്ത് മാജിക്കാണ്, എന്ത് വിസ്മയമാണ് വി ഡി സതീശൻ സർക്കാരിലൂടെ വരാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാം. ഇന്നിപ്പോൾ ഏതായാലും നിർണായകമായ ആദ്യ ക്യാബിനറ്റ് യോഗം അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിൽ ചേരാൻ പോകുന്നു. അതിനുശേഷം നമുക്കിനി അറിയേണ്ട മറ്റൊരു കാര്യം, വാർത്താ സമ്മേളനങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും മാറി പഴയതുപോലെ തന്നെ ക്യാബിനറ്റ് യോഗങ്ങൾ കഴിഞ്ഞാൽ, ഓരോ ബുധനാഴ്ചയും ക്യാബിനറ്റ് യോഗം കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങൾ നമുക്ക് ഈ ശൈലി മാറ്റത്തിന്റെ ഭാഗമായി നമുക്ക് അറിയാനുണ്ട്. ഇന്ന് ക്യാബിനറ്റ് കഴിഞ്ഞ ശേഷം വിശദമായൊരു വാർത്താ സമ്മേളനം ഉണ്ടെങ്കിൽ അതിലൂടെ വരാൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ, തീരുമാനങ്ങൾ, ഔദ്യോഗിക ഉത്തരവുകൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് ആകാംക്ഷാപൂർവ്വം നമ്മൾ കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ. ആ കാര്യത്തിൽ ചില അവ്യക്തതകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ചില കറക്ഷൻസ് ഒക്കെ വരുത്തി ഇന്ന് തന്നെ ആ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും. ഓരോ മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്, അവരുടെ പോർട്ട്ഫോളിയോസ് ഏതൊക്കെയാണ് എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും സംബന്ധിച്ച വിവരങ്ങൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് മുഖ്യമന്ത്രി കൈമാറേണ്ടതാണ്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ക്യാബിനറ്റിലെ തീരുമാനങ്ങൾക്ക്, അതോടൊപ്പം
അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിലെ വ്യക്തതയ്ക്കും വേണ്ടിയാണ്. അതിന് പുറമെ ഇനി അറിയാനുള്ളത് കോൺഗ്രസിൽ ടേം വ്യവസ്ഥയിൽ മന്ത്രിമാർ മാറുമോ, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ, ചില ധാരണകളൊക്കെ ഉണ്ട് എന്നൊരു സൂചന കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ലീഗിലെ 5 മന്ത്രിമാരുടെ കാര്യത്തിലും ടേം വ്യവസ്ഥ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുമോ എന്ന കാര്യവും നമുക്ക് അറിയാനുണ്ട്. ഏതായാലും 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തുടർ നടപടികളും തുടർ തീരുമാനങ്ങളും എന്തൊക്കെയാണ് എന്നതിലേക്ക് വളരെ ആകാംക്ഷയോടുകൂടി കേരളത്തിലെ പൊതുജനം കാത്തിരിക്കുകയാണ്. ലോക് ഭവനിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി ഡി സതീശനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും സെക്രട്ടേറിയറ്റിലേക്ക് ഗവർണറുടെ ചായ സൽക്കാരത്തിന് ശേഷം ഇപ്പോൾ പുറപ്പെടും എന്നാണ് ദിൽന. യെസ്, അതിനുശേഷം തന്നെ ആ നിർണായകമായ മന്ത്രിസഭാ യോഗം ഉണ്ടാകും. വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു അന്തിമമായ പ്രഖ്യാപനം, തീരുമാനം അത് വരേണ്ടതുണ്ട്. എന്തായാലും റവന്യൂ വകുപ്പ് ഇത്തവണ സണ്ണി ജോസഫിന്, KPCCയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സണ്ണി ജോസഫിന് എന്നാണ് മനസ്സിലാക്കുന്നത്. പേരാവൂരിൽ നിന്ന് 4ാം തവണ MLA ആയി എത്തുന്ന സണ്ണി ജോസഫ് ഇത്തവണ ആദ്യമായി മന്ത്രിസഭയിലേക്ക് വരികയാണ്. ജനങ്ങളുടെ വലിയ പിന്തുണ അത് ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുമെന്ന് എന്നാണ് 24നോട് അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.